ഈ കോഴ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോറക്സ് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പോകുന്നു. സ്മാർട്ട് മണി കോൺസെപ്റ്റ് ബേസ് ചെയ്ത രീതിയിൽ ഇതൊരു പക്ക ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. ഫോറക്സ് എന്നാൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഷോർട്ട് ഫോം ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു കറൻസി മറ്റൊരു കറൻസിയോട് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, നിങ്ങളുടെ അടുത്ത് ഒരു $US വെച്ചിട്ട് ഉണ്ടെന്ന് കരുതുക. അത് 83 ഇന്ത്യൻ റുപ്യ ആയിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് വരും ഡിപ്പെൻഡിങ് ഓൺ റേറ്റ് ചേഞ്ച്. സോ ഫോറക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കറൻസി പെയർസ് ആണ്. യൂറോ USD, GBP USD, USD JPY, XAI USD. ഈ പെയറിൽ രണ്ട് കറൻസീസ് ഉണ്ട്. ഒരു ബേസ് കറൻസി, മറ്റൊരു കോഡ് കറൻസി. ഇങ്ങനെയാണ് യൂറോ USD, JPY USD, USD JPY, അങ്ങനെ രണ്ട് കറൻസികളാണ് വരുന്നത്. ഒന്ന് ബേസ് കറൻസി, മറ്റേത് കോഡ് കറൻസി. ഫോറക്സ് മാർക്കറ്റ് വേൾഡിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഒരു ദിവസം ആവറേജ് ട്രേഡിംഗ് വോളിയം $7 ട്രില്യൺ വരെ വരും. ഇത് സെൻട്രൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, ഹെഡ്ജ് ഫണ്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, കമ്പനീസ് എല്ലാവരും ട്രാൻസാക്ഷൻ ചെയ്യുന്നു. നമ്മൾ ഒരു ട്രേഡർ ചെയ്യുന്നത് ഈ മൂവ്മെൻറ്റിൽ നിന്നും പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റിൻ്റെ ടൈമിങ് നോക്കാം നമുക്ക്. ഫോറക്സ് മാർക്കറ്റ് 24 ഹവർ മാർക്കറ്റ് ആയിട്ടുള്ള ഫോറക്സ് മാർക്കറ്റ് 24 ഹവർ ഓപ്പൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. മൺഡേ ടു ഫ്രൈഡേ. ഇത് 3 മേജർ സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ സെക്ഷൻ, ലണ്ടൻ സെക്ഷൻ, ന്യൂയോർക്ക് സെക്ഷൻ. മോസ്റ്റ് ആക്റ്റീവ് ടൈം എന്ന് പറയുന്നത് ലണ്ടനും ന്യൂയോർക്കുമാണ്. ഇതാണ് ട്രേഡേഴ്സിന് ബെസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടുന്ന ടൈം. ഹൂ മൂവ്സ് ദ മാർക്കറ്റ്? മാർക്കറ്റിനെ ആര് മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഈ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ആക്കുന്നത് ആരാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ കരുതുന്നു നമ്മൾ ബൈ ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ പ്രൈസ് മൂവ് ചെയ്യുമെന്ന്. ബട്ട് റിയാലിറ്റി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഫോറക്സ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടാണ്. സെൻട്രൽ ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ടേഴ്സ്, ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പ്ലേയേഴ്സാണ് റിയൽ വോളിയം ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് $ബില്യൺ ട്രാൻസാക്ഷൻ ഡെയിലി ഉണ്ട്. അവർ ബിസിനസ്, ഹെഡ്ജിങ്, ഇൻ്റർനാഷണൽ ട്രേഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണിത്. സോ ടെക്നിക്കലി മാർക്കറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ്, നമ്മളെ പോലെയുള്ള സ്മാൾ ട്രേഡേഴ്സ് ടോട്ടലി മാർക്കറ്റ് വോളിയം ജസ്റ്റ് 5% മാത്രമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് ആൾമോസ്റ്റ് 95% വോളിയമാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു കോൺസെപ്റ്റാണ്, പ്രൈസ് നെവർ മൂവ്സ് റാൻഡംലി, ഇറ്റ് മൂവ്സ് വെയർ ദ ബിഗ് മണി വാൻസ്. ലിക്വിഡിറ്റി ദ റിയൽ റീസൺ ബിഹൈൻഡ് പ്രൈസ് മൂവ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, അവർ എന്തിനാണ് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്നതായിരിക്കും. ആൻസർ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന വേർഡ് സിമ്പിളായി പറഞ്ഞാൽ ബൈ സെൽ ഓർഡേഴ്സിൻ്റെ കളക്ഷനാണ്. ബൈ സെൽ ഓർഡേഴ്സിൻ്റെ കളക്ഷനാണ്. ഒരു ഏരിയയിൽ വലിയ ഗ്രൂപ്പ് ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയും. കാരണം നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ടാർഗറ്റ് ചെയ്യും. എക്സാമ്പിൾ, യൂറോ USDൻ്റെ റെസിസ്റ്റൻസ് ലെവലുണ്ട്. ചില ട്രേഡേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്റ്റോപ്പ് ലോസ് റെസിസ്റ്റൻസിൻ്റെ മേലെ ആയിരിക്കും അവർ വെച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷന് ഇതറിയും അവരുടെ ആ റെസിസ്റ്റൻസിൻ്റെ മേലെ ആയിരിക്കും ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് SL വെക്കുന്നത് എന്ന്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? അപ്പം അവർ പ്രൈസ് ചെറിയ സ്പൈക്ക് ചെയ്തുകൊണ്ട് അത് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. അങ്ങനെ ലിക്വിഡിറ്റി കളക്ട് ചെയ്യും. പിന്നെ ഒറിജിനൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഈ പ്രോസസ്സാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ്, സ്റ്റോപ്പ് ഹണ്ട് എന്നൊക്കെ പറയുന്നത്. സ്മാർട്ട് മണി VS റീറ്റെയിൽ മണി നമുക്ക് നോക്കാം. റീറ്റെയിൽ ട്രേഡേഴ്സ് ന്യൂസ്, ഇൻഡിക്കേറ്റർ, പാറ്റേൺ നോക്കിയാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ലിക്വിഡിറ്റി നോക്കിയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ പ്രൈസ് മൂവ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തല്ല, ലിക്വിഡിറ്റി ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് ICTയിൽ നമ്മളിത് പഠിക്കുന്നത്, ചാർട്ടിൽ ലിക്വിഡിറ്റി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കുന്നത്. ഈ കോഴ്സ് നമ്മൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാൻ പോകുന്നു. മാർക്കറ്റ് സ്ട്രക്ചർ, ലിക്വിഡിറ്റി, ഇംബാലൻസ്, ഓർഡർ ബുക്ക് എല്ലാം ക്ലിയർ ആയി. ഇതുവരെ നമ്മൾ ഫോറക്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, കറൻസി വെയർ മാർക്കറ്റാണ് നോക്കി. പിന്നെ എത്ര ടൈമാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കി. 24 ഹവർ 5 ഡേയ്സ്. പിന്നെ ഇതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കി. ബിഗ് പ്ലേയേഴ്സ്, ബാങ്ക്, ഹെഡ്ജ് ഫണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരൊക്കെയാണ്. പിന്നെ പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ നോക്കി. ഈ ബേസ് മനസ്സിലാക്കിയാൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ആൻഡ് ദെയർ റോൾസ് ഇൻ പ്രൈസ് മൂവ്മെന്റ്സ്. അതിൽ നമുക്ക് പറയാം ബ്രോക്കർ, ലിക്വിഡിറ്റി പ്രൊവൈഡർ, റീറ്റെയിൽ ട്രേഡർ, മാർക്കറ്റ് മേക്കർ, ഇവർ എല്ലാവരും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി 4 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് സെൻട്രൽ ബാങ്ക്സ്, നാഷൻ്റെ മെയിൻ ബാങ്കാണ്. എക്സാമ്പിൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ റിസർവ്. അവർ എക്കണോമി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫോറിൻ കറൻസിയിൽ ബൈ സെല്ല് ചെയ്യും. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്, കറൻസി റിസർവ്സ് മാനേജ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവർ മാസീവ് വോളിയം ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് പ്രൈസിൽ വലിയ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ടീമാണ് കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ഹെഡ്ജ് ഫണ്ട്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് കസ്റ്റമർ ട്രേഡേഴ്സും കമ്പനി ട്രാൻസാക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നു. ഹെഡ്ജ് ഫണ്ടേഴ്സ് പ്രോഫിറ്റ് ടാർഗറ്റ് കൊണ്ട് മാർക്കറ്റിൽ ലാർജ് പൊസിഷന് ടേക്ക് ചെയ്യുന്നു. ഇവർ മെജോറിറ്റി ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആണ്. ഈ ടീമാണ് പ്രൈസിനെ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നതും റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ടീമാണ് ഇത്.
പിന്നെ മൂന്നാമത്തെ ഒരു ടീമാണ് ബ്രോക്കേഴ്സ് ആൻഡ് മാർക്കറ്റ് മേക്കേഴ്സ്. ബ്രോക്കേഴ്സ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ബ്രോക്കർ. മാർക്കറ്റ് മേക്കേഴ്സ് ബൈ സെൽ ഓർഡേഴ്സ് മാക്സ് ചെയ്യും, സ്പ്രെഡ് ജനറേറ്റ് ചെയ്യും. ഇവർ മാർക്കറ്റ് സ്മൂത്തായി റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓർഡേഴ്സ് ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത്തെ ഒരു ടീമാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. നമ്മളെ പോലെയുള്ള ചെറിയ ഫണ്ടും പേഴ്സണൽ അക്കൗണ്ടൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ടീം. സ്മാൾ ട്രേഡേഴ്സ് പേഴ്സണൽ അക്കൗണ്ടൊക്കെ വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ മാർക്കറ്റിൽ ഒരു വോളിയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ചെറിയ ഫണ്ടാണ് ഇട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ഒന്നും നമ്മുടെ ഫണ്ട് നമ്മൾ എത്ര ആൾക്കാർ ഫണ്ട് വെച്ചാലും നമ്മൾക്ക് പൊന്തിക്കാൻ കഴിയില്ല. ഈ ബിഗ് പ്ലേയേഴ്സൊക്കെ ഒരേ മാതിരിയാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും പല രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫണ്ട് നമ്മൾ എല്ലാവരും പാടെ കൂട്ടി കുറച്ച് നല്ല ഫണ്ട് ഉണ്ടെങ്കിലും നമ്മൾ പല രീതിയിലും ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് സ്മാർട്ട് മണിക്ക് അറിയാം നമ്മൾ എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട് എന്നൊക്കെ. അവരെല്ലാവരും ഒരേ മാതിരിയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അവർ നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ SL എടുക്കാനും വേണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ്ങിൽ 90% ആൾക്കാരും ലോസ് ആവാനുള്ള കാരണം. സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ ഫുട് പ്രിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചാർട്ട് നോക്കിക്കാണ്ട്. അതിനാണ് നമ്മൾ ഈ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ന്യൂസും ഇതൊക്കെ ചാർട്ടിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ കറൻസിയുടെ ഇതിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടെക്നിക്കൽ ടൂളായി ഉപയോഗിക്കാനാണ് ചാർട്ടിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ ഇവരുടെ ഫുട് പ്രിൻറ്റ്സ് എവിടെയൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലിക്വിഡിറ്റി ഒബ്സർവ് ചെയ്യുന്നത്. അതേമാതിരി FEG, ഓർഡർ ബുക്ക്, മാർക്കറ്റ് സ്ട്രക്ചർ ഇതൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി സെൻട്രൽ ബാങ്ക്സ്, എക്കണോമിക് കൺട്രോൾ ആൻഡ് കറൻസി റിസർവ് ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് ഹെഡ്ജ് ഫണ്ട്സ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആണ് ഇവർ. പിന്നെ ലാർജ് ട്രേഡ്സ് ആണ് ഇവർ എടുക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ടീമാണ് ബ്രോക്കർ ആൻഡ് മാർക്കറ്റ് മേക്കേഴ്സ്. നമ്മൾ പറഞ്ഞു ഓർഡർ മാച്ചിങ്, സ്പ്രെഡ്, റീറ്റെയിൽ ഒബ്സർവേഷൻ ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് സ്മാൾ വോളിയത്തിലുള്ള നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സ്. അപ്പം പ്രൈസ് മൂവ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്യാനാണ്. നമ്മൾ ലിക്വിഡിറ്റി ആക്കാനും വേണ്ടിയാണ് പ്രൈസ് മെയിനായിട്ട് മൂവ് ചെയ്യുന്നത്. ഈ ലിസൺ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ചാർട്ടിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനും പഠിക്കാനും പറ്റും.